വയലും വീടും. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഓമന മൃഗങ്ങളുടെ പരിപാലനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് മെമ്പറും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. ഓമന മൃഗങ്ങൾ എന്ന് പറയുമ്പം മിക്കവാറും ആൾക്കാർ നായ്ക്കളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പം പൂച്ചകളും ഉണ്ട്, മറ്റു മൃഗങ്ങളും ഉണ്ട് അല്ലേ? അതെ അതെ. നമ്മൾ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളെയെല്ലാം നമ്മൾ പെറ്റ് ആനിമൽസ് എന്നുള്ള ആ കാറ്റഗറിയിലാണ് കാണുന്നത്. അപ്പം ഇത് വളർത്തുന്ന ആൾക്കാർക്കൊരു മാനസിക സന്തോഷമുണ്ട്. ഇങ്ങനത്തെയൊക്കെ എയിം കൊണ്ടല്ലേ ആൾക്കാർ മിക്കവാറും ഇതിനെ വളർത്തുന്നത്? തീർച്ചയായിട്ടും ഇതിന് പല പർപ്പസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഒരു സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് വളർത്തുന്നവർ, മാനസിക ഉല്ലാസം. ഇത് കൂടുതലും നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് ഒരു പ്രയോറിറ്റി ആയിട്ട് വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്. കാരണം അവരിപ്പോഴും ഈ കമ്പ്യൂട്ടർ ഗെയിമിലും മൊബൈലിലും ഒക്കെ അഡിക്റ്റ് ആവാതിരിക്കാനും അവർ ഇത്തരത്തിലുള്ള നായ്ക്കളെയും മറ്റുമൊക്കെ പെറ്റ്സിനെ, നായയോ പൂച്ചയോ സംരക്ഷിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു കരുണയും സ്നേഹവും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അതുവഴി അവരുടെ ഒരു ബിഹേവിയർ തന്നെ മാറുന്നു. അതൊന്ന്. മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവർ, ഒറ്റപ്പെടുന്നവർ. നമുക്കറിയാം പല വീടുകളിലും മുതിർന്ന് അവർ ശാരീരിക അസ്വസ്ഥതകളോടൊക്കെ കഴിയുന്നവരുണ്ട്. അവർക്കൊരു മാനസിക ഉല്ലാസത്തിന് പെറ്റ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് മാറി. കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ പല വീടുകളിലും മുതിർന്നവർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ താമസിക്കുന്നുണ്ട്. അവർക്കൊരു വലിയ ഒരു കൂട്ടായിട്ട് ഈ കമ്പാനിയൻ ആനിമൽസ് വരുന്നുണ്ട്. പിന്നെ മറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഒരു ഗാർഡ് പർപ്പസിന്, ഒരു കാവൽ നായയായിട്ട് നായ്ക്കളെ ഒക്കെ വളർത്തുന്നവരുണ്ട്. പിന്നെ ബ്രീഡിങ്ങിന് വേണ്ടി, ഒരു ഇംഗത്തിന് വേണ്ടിയിട്ട് പെറ്റ് ആനിമൽസിനെ വളർത്തുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പല രീതിയിൽ, പല പർപ്പസിലാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. സർ, ഒരു കോളർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോൾ എടുത്തിട്ട് നമുക്ക് ഈ സെഷൻ മുന്നോട്ട്. ഹലോ, ഞാൻ അരുൺ ദേവരാജ്, പത്തനംതിട്ട മെഴുവേലി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ബീഗിൾ എന്ന് പറഞ്ഞൊരു ബ്രീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 വയസ്സായി. അവന് ഇടയ്ക്കൊക്കെ ചില ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പം അലർജി വരാറുണ്ട്. അവന്റെ ചെവിയിലും പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റിക്കിളിന്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അലർജി വരാറുണ്ട്. വെള്ളം നനയുമ്പോഴും അങ്ങനെയൊക്കെ. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. പിന്നെ അവന്റെ കെയർ. അലർജി എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ചില ഫുഡ് കഴിക്കുമ്പോൾ. അപ്പൊ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചില ഡോഗ്സിന് ചില പ്രത്യേക, ഇപ്പോൾ ഗോതമ്പ് മനുഷ്യന് വരുന്ന പോലെ തന്നെ ചില ഐറ്റം ഫുഡിനോട് അത് അലർജി കാണിക്കും. അത് അലർജിക് ഫുഡ് ഏതാണെന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോഴേ, നമുക്ക് കൊടുക്കുന്ന ഫുഡ് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. അത് കഴിവതും അവോയ്ഡ് ചെയ്യുക. അത് ഓരോ നായ്ക്കും വ്യത്യസ്തമായ ഫുഡിനോടായിരിക്കാം അലർജി വരുന്നത്. അപ്പോൾ ആ ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്യുക. മനുഷ്യന് വരുന്ന പോലെ തന്നെ അലർജി വന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അലർജിക്കായിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. ഒരു ഹൈപ്പോ അലർജിക് ഡയറ്റ് കൊടുക്കുക. ഹൈപ്പോ അലർജിക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് റൈസും അതുപോലെ തന്നെ ഫിഷും. പല ഡോഗ്സിനും അവർ കൊടുക്കുന്നതാണ്. ഫുഡ് അലർജി ഉള്ളൊരു ഡോഗിന് ഫിഷ് കൊടുക്കാം, പ്ലസ് അതിൻ്റെ കൂടൊപ്പം തന്നെ റൈസും കൊടുക്കാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പിന്നെ വെജിറ്റബിൾസും മാത്രം ചേർത്ത് കൊടുത്താൽ കുഴപ്പം വരുന്നില്ല. ഫിഷിൽ തന്നെ ചില ഫിഷിനോട് പ്രത്യേകിച്ച് അലർജി ചിലപ്പോൾ വരാം. അപ്പോൾ ആ ഫിഷ് ഏതാണെന്ന് കണ്ടെത്തി ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് സ്കിന്നിൻ്റെ പരിപാലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞു സ്കിന്നിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് സ്കിൻ സപ്ലിമെൻറ്റ്സ് ധാരാളം ഇതിനാവശ്യമായിട്ട് വരും. അത് പ്രധാനമായിട്ടും ഈ omega-3, omega-6 ഒക്കെ അടങ്ങിയിരിക്കുന്ന കോട്ട് കണ്ടീഷണേഴ്സും മറ്റുമൊക്കെ കൊടുത്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ള പരിചരണം ഈ പറയുന്ന സ്കിൻ കണ്ടീഷനൊക്കെ വേണ്ടി വരും. ഒരു ഹൈപ്പോ അലർജിക് ഡയറ്റ് കൊടുക്കാം. അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും ചിലവ് കുറഞ്ഞ മാർഗം. അതല്ല, മാർക്കറ്റിൽ ഈ പറയുന്ന അലർജിക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റ് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് ചിലവ് കൂടുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഒരു ഡോക്ടറുടെയും കൂടെ ഒരു നിർദ്ദേശപ്രകാരം ഉള്ള ഒരു പരിചരണമാണ് അലർജി ഉള്ള ഒരു ഡോഗിന് വേണ്ടത്. ഡോക്ടർ, നമ്മൾ നായ്ക്കളെ വളർത്തുന്ന പർപ്പസിനെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ വേറെ ഒരു ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു നായയെ വളർത്താൻ വേണ്ടി ഇനം തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെമ്പറമെൻറ്റ് എങ്ങനെയുള്ള നായയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, ഇതിന് വല്ലതും ക്രൈറ്റീരിയ ഉണ്ടോ? തീർച്ചയായിട്ടും വളരെയധികം കാര്യങ്ങൾ പരിഗണിച്ച് വേണം നമ്മൾ ഒരു പെറ്റിനെ സ്വന്തമാക്കാൻ. ആദ്യമായിട്ട് വേണ്ടുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും ഇതിന് വില്ലിങ് ആണെന്നുള്ളതാണ്. വീട്ടിലേക്ക് ഒരു അംഗം വരുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു 10-15 വർഷം ഒരു പെറ്റ് നമ്മളോട് കാണും. ഈ 10-15 വർഷം ഇതിനെ കെയർ ചെയ്യാനുള്ള സാഹചര്യവും സമയവും സാമ്പത്തികവും
ഇത് മൂന്നും യെസ് ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക. കാരണം ഇത് ഒരു താൽക്കാലികമായിട്ട് ഒരു കാര്യം ചെയ്യുകയല്ല. അപ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. പിന്നെ മറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ചാണ്, നമ്മുടെ സാഹചര്യം വലിയ ഘടകമാണ്. ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ ഉയരമുള്ള നായയുണ്ട്, 1.5 മീറ്റർ വരെ ഉയരമുള്ള നായയുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യം വീട്ടിനകത്ത് വളർത്താൻ പറ്റുമോ, കൂട് കെട്ടി കെന്നലിനകത്ത് വളർത്താൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഒരു കാറ് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ നോക്കും. അതേപോലെ കുറേ അധികം ഘടകങ്ങൾ നമ്മൾ വിശകലനം ചെയ്തിട്ട് വേണം. കാരണം ഏറ്റവും പ്രധാനം ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു നായയെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ഡെയിലി ബ്രഷ് ചെയ്യണം, അതിന് ഇയർ ക്ലീൻ ചെയ്യേണ്ടി വരും, അതിന് നെയിൽ കട്ട് ചെയ്യേണ്ടി വരും, 10 ദിവസത്തിലൊരിക്കൽ കുളിപ്പിക്കേണ്ടതായിട്ട് വരും, ബ്രഷ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കാനും അതിനൊരു എക്സസൈസ് കൊടുക്കേണ്ടി വരും, ഫീഡിങ്, ഇതിനെല്ലാം നമുക്ക് സമയം കണ്ടെത്തേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് പ്രായമായി കഴിഞ്ഞ നായ്ക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റാത്തൊരവസരത്തിൽ പല ആൾക്കാരും ഇതിനെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് തിരക്കുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പ്രായമാകുന്തോറുമാണ് നായയ്ക്ക് കൂടുതൽ സംരക്ഷണം വേണ്ടത്. കാരണം ഇതിന് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും വേണ്ടി വരും, അതുപോലെ തന്നെ ഇതിന് ബ്ലഡ് ടെസ്റ്റ് മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും, അതിന് പ്രത്യേക ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രായമായ ഒരു മനുഷ്യന് കൊടുക്കേണ്ടത് പോലെയുള്ള പരിചരണം പ്രായമാകുന്ന ഒരു നായയ്ക്കും കൊടുക്കേണ്ടതായിട്ട് വരും. സാർ, ഒരു ലിസണർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, എന്റെ പേര് വർഷ, ഞാൻ നെടുമങ്ങാടിന്നാണ് വിളിക്കുന്നത്. എന്റെ ഡോഗ് ഇപ്പം അവനൊരു 7 മന്തായി, ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ്. അവന് ഈ ഒരു 5 മാസമൊക്കെ ആയപ്പോ ഇങ്ങനെ ഒരു ലിവറിന്റെ ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിന് നല്ല വേരിയേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കുറച്ചൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു 5 ദിവസത്തെ ഡ്രിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഓക്കെ ആയി. ഇപ്പൊ ആള് നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവ ഓവറായിട്ട് കഴിക്കും. അതായത് റൈസും കൂടെ നമ്മൾ ഈ ഒരു ചിക്കനും റൈസും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അവ ഓവറായിട്ട് ഫുഡ് കഴിക്കും. അപ്പൊ അങ്ങനെ ഓവറായിട്ട് റൈസ് ഒക്കെ കൊടുക്കാവുന്ന ഒരിത്. ഇപ്പം ലിവർ ഫംഗ്ഷനാണ് അഫക്റ്റഡ് ആയിരുന്നെന്ന് പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അത് നോർമലായി. അപ്പോൾ ഇതിൻ്റെ ഡയറ്റിനകത്ത് റൈസ് ഓവറാവുന്നത് നല്ലതല്ല, കാർബോഹൈഡ്രേറ്റ് വേണം. പക്ഷേ ഒരു ഡയറ്റിനകത്ത് പ്രധാനമായിട്ടും വേണ്ടുന്നത് കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം, പ്രോട്ടീൻ അതായത് മാംസ്യം പ്ലസ് ഫൈബർ, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഡയറ്റ് ആവുന്നത്. അപ്പം അന്നജത്തിൻ്റെ ഒരു സോഴ്സായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അരിയെ കണ്ടാൽ മതി, ചോറ്. അതോടൊപ്പം തന്നെ ഈ ഫുഡിനകത്തോടൊപ്പം തന്നെ നിങ്ങൾ ഫൈബറുകൾ, അതായത് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ചേർത്ത് കൊടുക്കുക. നാരുകൾ ചെല്ലുന്നത് ഡൈജഷൻ നന്നായിട്ട് സഹായിക്കും, അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ വെയിറ്റ് ഗെയിൻ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ പ്രോട്ടീൻ വേണം, നല്ല ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ വേണം. അത് ഫിഷ് ചേർക്കാം, അതുപോലെ തന്നെ എഗ്ഗ് അല്ലെങ്കിൽ മീറ്റ്. ആയിക്കോട്ടെ, ചിക്കൻ മതി. അനിമൽ പ്രോട്ടീൻ വേണം. അനിമൽ പ്രോട്ടീൻ ഒരു സോഴ്സാണ്, കാരണം അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇതൊരു കാർണിവോറാണ്. അപ്പോൾ അതിനൊരു അനിമൽ പ്രോട്ടീൻ സോഴ്സ് വേണം, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രോട്ടീന് പ്ലസ് റൈസ് പ്ലസ് അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ്, ഫൈബറിൻ്റെ അളവ് കുറച്ച് കൂട്ടുമ്പോൾ റൈസിൻ്റെ കൊടുക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആ രീതിയിൽ ക്രമീകരിച്ചാൽ മതിയാവും. ഡോക്ടർ, നമ്മൾ ഈ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മൾ നാടൻ ഇനങ്ങളാണോ തിരഞ്ഞെടുക്കേണ്ടത്, അതോ നമ്മുടെ ഈ ഫോറിൻ ഇനങ്ങൾ, നമ്മൾ ലാബ് ഉണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, ഇങ്ങനത്തെ നായ്ക്കളെയാണോ തിരഞ്ഞെടുക്കേണ്ടത്? തീർച്ചയായിട്ടും അതൊരു വ്യക്തിയുടെ താല്പര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നാടൻ ഡോഗ്സിനെ വളർത്തുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ ചിലർക്ക് പ്രിയം ഈ പറയുന്ന വിദേശ ജനുസുകളോടാണ്. കാരണം കുറച്ചുകൂടെ അത് ടൈംഡാണ്, അവൻ കുറച്ചുകൂടെ നമുക്ക് കമ്പാനിയനായിട്ട് മാറും. ഒരു ലാബ്രഡോറിനെയൊക്കെ മുൻപ് വളർത്തിയവരോ മിക്കവരും ഒരു നായയെ വളർത്തുന്നതിന് മുൻപ് അവർക്കൊരു ഹിസ്റ്ററി കാണും. വേറെ അടുത്ത ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും ഒരു ഡോഗ് അവർ വളർത്തിയതോ അവരുമായിട്ട് ഇടപഴകിയ ഒരു ഡോഗ് കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവരൊരു തീരുമാനം എടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ ഒരു സെലക്ഷൻ, പേഴ്സണൽ ചോയ്സാണ്. പേഴ്സണൽ ചോയ്സാണ്. നായ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മീനോ ഇറച്ചിയോ അതാണ് കൊടുക്കാൻ എപ്പോഴും താല്പര്യപ്പെടുന്നത്. വെജിറ്റബിൾസ് അതിന് കൊടുക്കണ്ടോ എന്നൊരു സംശയം ചിലപ്പം ചിലരുടെ മനസ്സിലെങ്കിലും കാണും. വേണം, ഫൈബർ വേണം, ഫൈബറും വേണം, എല്ലാം. അതായത് ഒരു ഡയറ്റിനകത്ത് ഇതെല്ലാം ഒരു കമ്പോണൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീനും ഫൈബറും ഉണ്ടായിരിക്കണം, ഒരു സന്തുലിതമായ ഡയറ്റ്. പക്ഷെ കൂടുതലും നമ്മൾ പ്രോട്ടീനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത് പിന്നെ പക്ഷേ എനർജിയുടെ റിക്വയർമെൻറ്റ് ചില സമയത്ത് കൂടുതലാണ്. ഒരു നായയുടെ ആഹാരം എന്ന് പറയുമ്പോൾ നായ പപ്പിയായിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ആഹാരം ഒന്നാണ്. അത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നായയ്ക്ക് അത്രയും ആവശ്യമില്ല എനർജി. അതേസമയം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ റിക്വയർമെൻ്റ് ഉണ്ട്. അത് ലാക്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം റിക്വയർമെൻ്റ് ഉണ്ട്. വളർച്ചയുടെ അതായത് അതിൻ്റെ വിവിധ സാഹചര്യങ്ങളനുസരിച്ച് ഇപ്പോൾ ഒരു 6-7 കുട്ടിയുള്ള ഒരു നായയ്ക്ക് വേണ്ടുന്ന ഫുഡിൻ്റെ അളവും അതിൻ്റെ എനർജി റിക്വയർമെൻറ്റും വളരെ വ്യത്യാസമാണ്. കാരണം ഒരു പപ്പിക്ക് തന്നെ ഒരു ദിവസം 500 കലോറി എനർജി തന്നെ ഊർജ്ജം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ചിലപ്പോൾ 2-3 ലിറ്റർ അതിൻ്റെ പാൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുക, രാജു.
ഞങ്ങളുടെ വീട്ടില് മുമ്പ് ഞങ്ങൾ 2 പെറ്റിനെ വളർത്തിയിട്ടുണ്ടായിരുന്നേ. ഒരെണ്ണം ഒരു പോമറേനിയനും പിന്നെ ഒരു ഡാഷും ആയിരുന്നു. അപ്പം ആദ്യം പോമറേനിയൻ വളർത്തിയപ്പോൾ ഒരു 10 മാസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞവെള്ളം ഛർദ്ദിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചത്തുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഡോഗിനെ കൂടെ വാങ്ങിച്ചു. അത് ലാബായിരുന്നു. അതൊരു 35-40 ദിവസമായപ്പോഴത്തേക്കും അത് ഇതുപോലെ തന്നെ വന്ന് മരിച്ചു പോയത്. ഈ ലക്ഷണങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു സാംക്രമിക രോഗമാണ്. സാധാരണ നായ്ക്കൾക്ക് വരുന്ന ഛർദിയും വയറിളക്കവും ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് പാർവോ വൈറസ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് രോഗപ്രതിരോധ നടപടികൾ. അതിൽ നായ്ക്കളുടെ പ്രതിരോധ കുത്തിവയ്പ്പ്, പ്രത്യേകിച്ച് ഈ പാർവോ രോഗമടക്കമുള്ള മാരകമായ രോഗങ്ങൾ നായ്ക്കൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആ സാഹചര്യത്തിൽ അത് വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക. അതായത് 45 ദിവസം ആകുമ്പോഴാണ് നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള വാക്സിൻ തുടങ്ങുന്നത്. ആ വാക്സിൻ മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ. മൾട്ടി കമ്പോണൻറ്റ് വാക്സിന് 32 ദിവസം ആകുമ്പോൾ എടുക്കുന്നതുണ്ട്. പപ്പി ഡി പി എന്നൊക്കെ പറയുന്ന ആദ്യത്തെ വാക്സിൻ എടുക്കും. അതിനുശേഷം 45 ദിവസം ആകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇഞ്ചക്ഷൻ, അതിന് ശേഷം 1 മാസം കൂടെ കഴിഞ്ഞ് 75 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ബൂസ്റ്റർ. പിന്നെ എല്ലാ വർഷവും മാരക രോഗങ്ങളായ ഡിസ്റ്റംബർ, പാർവോ, ലെപ്റ്റോസ്പൈറ ഇങ്ങനെയുള്ള ചികിത്സിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ ഗുരുതരമായ രോഗങ്ങൾ തടയുന്നതിനുള്ള വാക്സിൻ ഇന്ന് ലഭ്യമാണ്. അത് എല്ലാ വർഷവും എടുക്കണം. രോഗപ്രതിരോധമാണ് ഈ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യം. കാരണം ഈ പറഞ്ഞ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ 2 നായ്ക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഇനി വളർത്തുമ്പോൾ ഈ തീർച്ചയായിട്ടും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിന് ഒരു ഷെഡ്യൂൾ, വാക്സിനേഷൻ്റെ ഒരു ബുക്കൊക്കെ കീപ്പ് ചെയ്യണം. ആ ബുക്ക് അനുസരിച്ച്, ആ ഡേറ്റ് അനുസരിച്ച് വരുന്ന ഡ്യൂ ഡേറ്റിന് കൃത്യമായിട്ട് വാക്സിൻ എടുക്കുക. വാക്സിനേഷന് മുമ്പ് വിരമരുന്ന് നൽകുക. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ആണ് ആവശ്യം. ഇപ്പോൾ 2 നായ്ക്കൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തതിനെ വളർത്തുമ്പോൾ ഈ രോഗങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ വേണ്ടി വരും. ആലപ്പുഴയിലാണെങ്കിൽ ധാരാളം ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ധാരാളമുണ്ട്. അപ്പോൾ അതെല്ലാം പ്രയോഗപ്പെടുത്തുക. ഫുഡ് 2 രീതിയിൽ നായ്ക്കൾക്ക് കൊടുക്കാം. ഒന്ന്, നമ്മുടെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റും. പുറത്തുനിന്ന് ധാരാളം ഡോഗ് ഫുഡ് ഓരോ ബ്രീഡിനും വിവിധ കാലയളവിൽ കൊടുക്കേണ്ട, ഒരു പപ്പി ആയിരിക്കുമ്പോൾ കൊടുക്കേണ്ട ഫുഡ്, അഡൽട്ടിനുള്ള ഫുഡ്, പപ്പിക്കുള്ള സ്റ്റാർട്ടറുണ്ട്. അത് അവരവരുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് കൊടുക്കാനേ പറയാൻ പറ്റുള്ളൂ. ഇനി ഈ പപ്പിക്ക് ഇത് ഉള്ള ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. അതിന് സാഹചര്യവും സമയവും നമുക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഒരു പപ്പിക്കൊക്കെ ഇപ്പോൾ 5-6 നേരം ഈ സമയത്ത് ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ 6 നേരം ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പലരും റെഡിമെയ്ഡ് ഫുഡിലേക്ക് പോകും. അത് അവരവരുടെ സാഹചര്യം അനുസരിച്ച് ഉള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. സാമ്പത്തികവും അതിനകത്തൊരു ഘടകമാണ് തീർച്ചയായിട്ടും. ഡോക്ടർ, ഈ ചർച്ച തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു റെഗുലർ വാക്സിനേഷൻ ഷെഡ്യൂളും അതേമാതിരി ഡിവോമിങ് അല്ലെങ്കിൽ വിരമരുന്ന്, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഈ ആരോഗ്യ പരിപാലനം ഇതിനകത്തൊരു വലിയ ഘടകമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതും അതിലേക്കാണ്. കാരണം ഇതിന് റെഗുലറായിട്ടുള്ള വിരമരുന്ന് നൽകൽ, അത് തന്നെ നമ്മൾ ഏത് മരുന്ന് കൊടുക്കണം, അതിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള വിലയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ വിരമരുന്ന് നൽകുന്നത് അതിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചാണ്. അപ്പം ഒരു പപ്പിയുടെ വെയിറ്റ് എത്രയാണെന്ന് അതിനെ വളർത്തുന്ന ആൾ അറിഞ്ഞിരിക്കണം. മിക്കവാറും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ അവരവിടെ വെച്ച് തന്നെ വെയിറ്റ് എടുത്ത് പറയും. ആ വെയിറ്റിനനുസരിച്ചുള്ള മരുന്നാണ് എപ്പോഴും കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇഷ്ടത്തിനൊരു മരുന്ന് വാങ്ങിക്കൊടുത്താൽ ചിലപ്പോൾ വേംസ് പോകില്ല. അതുപോലെ തന്നെ എല്ലാത്തരം വേംസ് ഇതിനകത്ത് കാണും. റൗണ്ട് വേം, നാടവര, ഉരുണ്ട വര, പരന്ന വര, ഇതിനെല്ലാം ഒഴിവാക്കുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു വിരമരുന്ന് സെലക്ട് ചെയ്യേണ്ടതാണ്. ഫ്രീക്വൻസി ഇപ്പോൾ ഒരു പപ്പി ആയിരിക്കുന്ന സമയത്ത് 2 ആഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ വരയ്ക്ക് മരുന്ന് കൊടുക്കും. പിന്നെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും 2 മാസം വരെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മാസം കഴിഞ്ഞാൽ അത് മാസം തോറും മതി. 6 മാസം കഴിഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഷെഡ്യൂൾ നമുക്ക് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിനേഷൻ ബുക്കിനോടൊപ്പം തന്നെ ഡിവേമിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കാനുള്ള ഒരു കോളമുണ്ട്. അത് മിക്കവാറും പോകുമ്പോൾ ഡോക്ടർമാരോട് ചോദിച്ച് അതിനകത്ത് ഡേറ്റ് എഴുതി അടുത്ത ഡിവേം ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് വരെ നമ്മൾ എഴുതി വെക്കുന്ന ജനങ്ങളുണ്ട്. അങ്ങനെ ഒരു റെക്കോർഡ് കീപ്പ് ഉണ്ട്. ഈ വാക്സിനേഷൻ ഡോഗിൻ്റെ വാക്സിനേഷൻ ബുക്കിൽ തന്നെ 2 പേജോളം തന്നെ ഡിവേമിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കാനാണ്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായി ചെയ്യാം. അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ കാര്യവും അതും ഷെഡ്യൂളുണ്ട്. വാക്സിനേഷൻ വളരെ വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനം റേബീസ് വാക്സിനേഷൻ. നാട്ടിലെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് പേവിഷബാധയെ പറ്റിയാണ്. പേവിഷബാധ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളെല്ലാവരും തെരുവ് നായയിലോട്ട് ആദ്യം പോകും. പക്ഷേ തെരുവ് നായ മാത്രമല്ല, വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെയും പൂച്ചകളെയും
നമ്മൾ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണം. അത് അനിവാര്യമായൊരു കാര്യമാണ്. ഇപ്പോഴും വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധ ഏൽക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു മാൻഡേറ്റാണ്. അത് ഒരു കാരണവശാലും നമുക്കൊരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിനകത്തൊരു നായയെ വളർത്തുന്നു, അതിന് വർഷാവർഷമുള്ള പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള ലൈസൻസും എടുക്കണം. എല്ലാ വർഷവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം. 3 മാസമായി കഴിഞ്ഞാൽ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കും. 4-ാം മാസം അവൻ്റെ പേവിഷബാധയുടെ ബൂസ്റ്റർ എടുക്കുന്നു. തുടർന്ന് എല്ലാ വർഷവും, അതിപ്പം ഗവൺമെൻറ് തന്നെ ഈ വാക്സിൻ മൃഗാശുപത്രികൾ വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലോ അടുത്തുള്ള വെറ്ററിനറി ഹോസ്പിറ്റലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് ഈ വാക്സിൻ കൃത്യമായി എടുത്തിരിക്കണം. വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കണമെന്ന് പറയുന്നത് പോലെ അതേമാതിരി യാതൊരു വിട്ടുവീഴ്ച. കാരണം നമുക്ക് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും വീട്ടിൽ വളർത്തുന്ന നായയിൽ നിന്നും പേവിഷബാധ ഏൽക്കുന്ന നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഈ നായയ്ക്ക് പുറത്തുള്ള നായയായിട്ട് കോൺടാക്റ്റ് വരുന്നു, പുറത്തുള്ള നായയോ പൂച്ചയായിട്ടോ കോൺടാക്റ്റ് വന്നിട്ട് അതിൽ നിന്നും, നായ മാത്രമല്ല പൂച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പൂച്ചയും ഈ വീട്ടിന് വരുന്നു, പോകുന്നു, വീണ്ടും പുറത്തു പോയിട്ട് വീട്ടിൽ വരുന്നു. ഈ പൂച്ച മറ്റ് പൂച്ചകളുമായിട്ട് നായയായിട്ടൊക്കെ കോൺടാക്റ്റ് വരുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. തീർച്ചയായിട്ടും പൂച്ചയായാലും നായയായാലും റാബീസ് വാക്സിനേഷൻ ഇന്നത്തെ ഒരു മെസ്സേജായിട്ട് നമ്മൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തെരുവ് നായ്ക്കളിലും ഇത്രയധികം പേവിഷബാധ ഉള്ള സമയത്ത് വീട്ടിൽ വളർത്തുന്ന നായയ്ക്ക് മസ്റ്റായിട്ട് എടുക്കുക, അതിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുക, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ. എനിക്ക് ഒരു 5.5 വയസ്സായ ഒരു പട്ടി ഉണ്ടായിരുന്നു, കൂടപ്പട്ടിയാണേ. അതിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അത് ഒരു ആകെ ഭക്ഷണം കുറവാണ്. ഒരു ചോറൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പൊ അത് സാധനം കഴിക്കാറില്ല. ഇപ്പൊ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. അത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ പിടിച്ചു നിർത്തി കൊടുത്തെങ്കിലേ തിന്നുള്ളൂ. അല്ലെ അതിന് ഇഷ്ടം ഒരു സാധനം തിന്നിയാലോ. ഒരു ദിവസം കഴിക്കുവാണെങ്കിൽ പിന്നെ ഒരു ദിവസത്തേന് ഒന്നും വേണ്ട. ഡിജിറ്റോണെന്നും പറഞ്ഞാൽ ഒരു മരുന്ന് കൊടുക്കും. അത് ഇടയ്ക്ക് കൊടുക്കും. സ്ഥിരം കഴിക്കാതെ വരുമ്പോ 3 നേരമൊക്കെ കൊടുക്കും. ഇത് തീർച്ചയായിട്ടും ആഹാരം കഴിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു, ഭക്ഷണത്തിനോട് ശരി വിരക്തി വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഇതിനൊരു കാരണം ഉണ്ടാവണം. കാരണം എന്ന് പറയുമ്പോൾ നമ്മളത് പരിശോധിച്ച് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും ലിവർ ഫംഗ്ഷനൊക്കെ നോക്കേണ്ടതായിട്ട് വരും. അതൊരു ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ, രക്തം പരിശോധിച്ചാൽ അറിയാൻ പറ്റും അതിന് ലിവറിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഈ വിശപ്പ്, അതുപോലെ ഭക്ഷണം, ദഹനം, ഇത്തരം കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ലിവറിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അതുകൂടാതെ മറ്റെന്തെങ്കിലും ശരീരത്തിൽ രോഗാവസ്ഥയുണ്ടോ അതും കൂടെ നമ്മളൊന്ന് വിലയിരുത്തണം. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നെന്ന് പറയുന്നത് വിശപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. പക്ഷേ അതിനുപരിയായിട്ടൊരു ചികിത്സ നിർദ്ദേശിക്കണമെങ്കിൽ വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. രോഗം നിർണയിച്ച് ചെയ്യുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു തുടർ ചികിത്സ, നല്ല രീതിയിലുള്ള ചികിത്സ വേണം. എന്താണ് ഇതിന് ഒരു കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്യുന്നതാണ് ഉത്തമം. ഡോക്ടർ, നമ്മൾ ഈ നായയൊക്കെ വളർത്തുമ്പം ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൂമിങ് ചെയ്യും, കുളിപ്പിക്കും. ഇതിൻ്റെയൊക്കെ ഒരു ഫ്രീക്വൻസി എല്ലാ ദിവസവും ഇത് ചെയ്യണോ, അതെങ്ങനെയാണിത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. അതായത് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെ ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂമിങ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവും. ദിവസവും ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് രോമം കൂടുതലുള്ള മൃഗങ്ങളെ നമ്മൾ പെറ്റ്സിനെ വളർത്തുകയാണെങ്കിൽ, അത് പൂച്ചയായാലും പെർഷ്യൻ ക്യാറ്റിനെ വളർത്തിയിട്ട് റെഗുലറായിട്ട് ബ്രഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ജട കെട്ടി വളരെ മോശമായിട്ടൊരു സാഹചര്യമായിട്ട് മാറും. ബ്രഷിങ് വളരെ നല്ലതാണ്. അതിൻ്റെ ദേഹത്ത് ഈ ലൂസായിട്ടുള്ള രോമങ്ങളും അതുപോലെ സ്കിന്നിൻ്റെ സ്കെയിൽസ് എല്ലാം പോകുന്നു, വളരെ നല്ലതാണ്. പിന്നെ ഒരു പ്രത്യേക രീതി അതിന് പല ടൈപ്പ് ബ്രഷ് ഉണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ധാരാളം മനസ്സിലാക്കാനുണ്ട്. പിന്നെ മറ്റൊന്നാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഡെയിലി ഒരിക്കലും നായയെ കുളിപ്പിക്കത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. നായയെ ഒരു 10 ദിവസത്തിലോ അല്ലെങ്കിൽ 15 ദിവസത്തിലോ ഒരിക്കൽ കുളിപ്പിച്ചാൽ മതി. റെഗുലറായിട്ട് ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുന്നത് തന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ മതി. പ്രത്യേകിച്ച് മഴക്കാലത്ത് കുളിപ്പിക്കാതിരിക്കുക. കുളിപ്പിക്കുക എന്ന് പറയുമ്പം നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിക്കുക അത് മാത്രമല്ല, കുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഒരു നല്ല ടവൽ ഉപയോഗിച്ച് തുടച്ചെടുക്കുക. അതിനുശേഷം ഹെയറി ആയിട്ടുള്ള ഒരു ബ്രീഡാണെങ്കിൽ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയെടുക്കണം. കാരണം സ്കിൻ ഡിസീസ് വരുന്നതിനൊരു പ്രധാന കാരണം ഈർപ്പം ആണ്. സ്കിന്നിൽ വരുന്ന ഈർപ്പം അല്ലെങ്കിൽ നനവ്. കുളിപ്പിച്ചിട്ട് നമ്മൾ അങ്ങ് പോകുകയല്ല, കുളിപ്പിച്ച് കഴിഞ്ഞ് അത്രയും സമയം കൂടെ വേണ്ടി വരും ഇതിനെ ഡ്രൈ ആക്കി എടുക്കാൻ. പ്രത്യേകിച്ച് ഹെയറി ആയിട്ടുള്ള ഡബിൾ കോട്ടും അതുപോലെയുള്ള ഹെയറി ആയിട്ടൊക്കെ ഉള്ള നായ്ക്കളെ നമ്മൾ വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രയർ തന്നെ ഉപയോഗിച്ച് ഡ്രൈ ആക്കി അതിനുശേഷം ചീകി വൃത്തിയാക്കി എടുക്കണം.
അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈ ബാത്ത് ഷാമ്പു അത്തരം ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈ ബാത്തിനും ഉള്ള സംവിധാനമുണ്ട്. അപ്പോൾ വെള്ളം ഉപയോഗിക്കാതെ അത് അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞ് തുടച്ചെടുക്കുന്നു, അത് കഴിഞ്ഞ് ഡ്രൈ ആക്കിയൊക്കെ എടുക്കുന്നു. അത്തരം സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന് സമയം കണ്ടെത്തണം. അപ്പോൾ ഈ ഷാമ്പു ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പുവിന് അതിന് യൂസ് ചെയ്യാം? അല്ലല്ല, ഡോഗ്സിനെല്ലാം സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. ഓരോ കണ്ടീഷൻ ഷാമ്പു തന്നെ നോർമൽ ഷാമ്പൂസ് ഉണ്ട്, മെഡിക്കേറ്റഡ് ഷാമ്പൂസ് ഉണ്ട്. കഴിവതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ സ്കിൻ ഡിസീസിൻ്റെ കാരണത്തിനനുസരിച്ചാണ് ഷാമ്പു. ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു ഡോഗിന് ആൻറ്റി ഫംഗൽ ഷാമ്പു ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസിനനുസരിച്ചിട്ടായിരിക്കും. അത് കഴിവതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ള മെഡിസിൻ ആയിരിക്കണം. മെഡിക്കേറ്റഡ് ഷാമ്പു ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ ടിക്സ് ദേഹത്ത് ഉണ്ടെങ്കിൽ ഒരു ആൻറ്റി ടിക് ഷാമ്പു ആയിരിക്കും ഉപയോഗിക്കുന്നത്, ബാഹ്യപരാധങ്ങളെ ഒഴിവാക്കുന്നതിന്. ഫംഗസ് ആണെങ്കിൽ ആൻറ്റി ഫംഗൽ ഷാമ്പു. ഈ രീതിയിൽ എന്താണ് അതിൻ്റെ പർപ്പസ് അറിഞ്ഞിട്ട് മാത്രമേ ഒരു മെഡിക്കേറ്റഡ് ഷാമ്പു നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഒരിക്കലും പാടില്ല. കാരണം വെച്ചാൽ അതിൻ്റെ pH വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. സർ, ഒരു കോളർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കുകയാണ്. എനിക്ക് ഡാൽമേഷ്യന്റെ ഡോഗാണുള്ളത്, പെണ്ണാണ്. അപ്പൊ അവർക്ക് ഇതിന് മുന്നേ ഒരു 3 വർഷത്തിന് മുന്നേ ഹെമിറ്റോമ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ കൊടപ്പനക്കുന്നിൽ കൊണ്ടുപോയി 3 പ്രാവശ്യം, ഒരിക്കൽ ചെയ്ത് സർജറി ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2 ആഴ്ച വീണ്ടും അവിടെ വേറൊരു സ്ഥലം വേർക്കും. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തിട്ടാണ് എനിക്ക് അവളെ തിരിച്ചു കിട്ടിയത്. ഇപ്പോഴാ ഈ 3 വർഷത്തേക്ക് ഇപ്പൊ വീണ്ടും അവൾ സ്റ്റെറിലൈസ്ഡ് ആണ്. ഇപ്പൊ വീണ്ടും അവർക്ക് അതുപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും PMGയിൽ കൊണ്ടുപോയായിരുന്നു. PMG കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്ക് 11 വയസ്സായി, 12 വയസ്സാവാൻ പോകുന്നു. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് ചെവി ചെയ്യുക പ്രയാസമാണെന്ന് പറഞ്ഞ് ബാക്കി അതിനകത്തുള്ളത് എടുത്ത് കളഞ്ഞു മരുന്ന് വെച്ച് കെട്ടി ഇങ്ങ് വിടുകയാണ് ചെയ്തത്. വീടെത്തിയപ്പം വീണ്ടും അങ്ങ് വീർത്തു വന്നു. ഞാൻ അവസാനം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് അവരും അത് തന്നെ ചെയ്തു. ഇപ്പം വീണ്ടും ചെവിയുടെ അവിടെ വീർത്ത് ഇരിക്കുന്നുണ്ട്. ഇനി അതെന്താണ് ചെയ്യേണ്ടതെന്നാണ്. തീർച്ചയായിട്ടും ഇതൊരു രോഗ അവസ്ഥയാണ്. അതായത് ഹെമറ്റോമ എന്ന് പറയും. ചെവിയിൽ തൊലിക്കടിയിൽ രക്തം കട്ട പിടിച്ച് വീർത്ത് വരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ദേഹത്ത് ബാഹ്യപരാധങ്ങൾ, ഫ്ലീസ്, ടിക്സ് സാധാരണ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെവിയിൽ ഒരു ഇൻഫെക്ഷനോ ഇറിറ്റേഷനോ വരുന്ന സമയത്ത് കൈകൊണ്ട് ചെവിയുടെ ഫ്ലാപ്പിൽ അടിക്കുന്നു. അങ്ങനെ ചെവിയിൽ കൈ കൊണ്ടോ അടിക്കുമ്പോഴോ കാലുകൊണ്ടോ അടിക്കുന്ന സമയത്ത് ചെറിയ രക്തക്കുഴലുകൾ, കാപ്പിലറീസ് റപ്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന രക്തം ചെവിയുടെ തൊലിക്കടിയിൽ വീർത്തു വരുന്നു. ഇതാണ് സംഭവം. ഇതിന് പ്രാഥമികമായിട്ട് ഇറിറ്റേഷൻ കാണും. അപ്പോൾ ഈ പറയുന്ന ചെള്ളോ ടിക്സോ അല്ലെങ്കിൽ ഫ്ലീയോ ഒക്കെ വരാം. ഇത് കൂടാതെ ചെവിക്കകത്ത് എന്തെങ്കിലും മേഞ്ച് എന്ന് പറയുന്ന ചെവിക്കകത്ത് ചില രോഗാണുക്കളുണ്ട്, അത് കയറിയാലും വരാം. അതായത് ഇതിൻ്റെ സ്കിന്നിനകത്ത് ഇതിനെ അലോസരപ്പെടുത്തുന്ന എന്തോ ഒരു സംഭവം അതിൻ്റെ ഇയറിലുണ്ട്. അതുകൊണ്ടാണ് മാറി മാറി ഇത് കൈകൊണ്ട് ചെവിയിൽ അടിക്കുകയും ആ ചെവിയിൽ തുടർച്ചയായിട്ടുള്ള ക്ഷതങ്ങൾ കാരണം അവിടുത്തെ ചെറിയ രക്തക്കൊഴലുകൾ പൊട്ടി ആ രക്തം വീർത്ത് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞതാണ്. അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് സ്റ്റിച്ച് ഇടുക, അത് ഉണങ്ങിയിടുക, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 11 വയസ്സായി. 11 വയസ്സെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഏജ്ഡ് ഡോഗാണ്. അപ്പോൾ അതിന് ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പം അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, മനുഷ്യരുടെ കാര്യത്തിലുള്ളത് പോലെ തന്നെ. അപ്പോൾ അതിന് സാധാരണ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലാണോ, അതിനകത്ത് വേരിയേഷൻസ് ഉണ്ടോ, ചിലപ്പോൾ കിഡ്നി ഫംഗ്ഷൻ നോർമൽ അല്ലെങ്കിൽ ഒരു സെഡേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അവർ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സർജറി ഇപ്പോൾ ചെയ്യാൻ പ്രയാസമാണെന്ന് പറയാൻ കാര്യം. ഒരു പക്ഷേ ചിലപ്പം മറ്റ് മെഡിസിനൊക്കെ കൊടുത്തതിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുക. അതിപ്പോൾ ഒരു സർജറിക്ക് ഫിറ്റ് ആയാലേ നമുക്ക് ഒരു ഡോക്ടർ ശസ്ത്രക്രിയയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡിക്കലി ഫിറ്റ് അല്ല സർജറിക്ക്. ഇപ്പോൾ നമ്മൾ തന്നെ ഹ്യൂമനിലാണേലും ഒരു സർജറിക്ക് ഫിറ്റ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റും മറ്റുമൊക്കെ ചെയ്തിട്ട് ഡോഗ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം, പക്ഷേ അതിൻ്റെ മറ്റ് വൈറ്റൽ വാല്യൂസ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ശസ്ത്രക്രിയയിലോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഇത് അനസ്തേഷ്യ കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല ഈ പ്രൊസീജിയർ. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ ആ ഒരു ഇതിലേക്ക് പോയത്. തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു റിപ്പീറ്റ് ടെസ്റ്റും ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തും ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കിഡ്നി വാല്യൂസൊക്കെ മെച്ചപ്പെട്ടതിന് ശേഷം ഈ സർജറി തന്നെ ഇതിന് ചെയ്യാൻ പറ്റിയേക്കാം. 15 വയസ്സുള്ള ഡോഗിന് സർജറി ചെയ്യുന്നുണ്ട്, തീരെ ഇതായിട്ടുള്ളതിന് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കണ്ടീഷൻ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഡോക്ടറുമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ഇതിൻ്റെ വൈറ്റൽസ് എല്ലാം ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്ത് ഇതൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള സപ്ലിമെൻറ്റ്സും മെഡിസിൻസും ഒക്കെ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, നമ്മൾ ഈ നായ്ക്കളിൽ സമ്മർദ്ദം, ഉത്കണ്ഠ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലൊരു മാറ്റങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ആദ്യമേ നായ്ക്കൾ കാണിക്കുമോ?
തീർച്ചയായിട്ടും സ്ട്രെസ് ഒരു വലിയ വിഷയമാണ്. അത് നായ്ക്കളിലും പൂച്ചകളിലും ഇതെല്ലാം എല്ലാ പെറ്റ് ആനിമൽസിലും എല്ലാം തന്നെ സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ കാണാതെ പോകുന്നതാണ്. അതിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലി കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഉള്ള നായ്ക്കളുടെ ബിഹേവിയർ തന്നെ വളരെയധികം മാറും. കാരണം സൗണ്ട് അതൊരു വലിയ സ്ട്രെസ്സാണ്. പടക്കം പൊട്ടിക്കുന്നു, അടുത്ത 2 ദിവസത്തേക്ക് നായ്ക്കളെല്ലാം പേടിച്ച് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നു, ഒരാഹാരവും കഴിക്കുന്നില്ല. ഇതേപോലെയാണ് ഏതൊരു കാര്യം. ഇപ്പം ഇതിന് വളരെ പെട്ടെന്ന് സ്ട്രെസ്സിലോട്ട് പോകാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറുന്നു, ആ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ സൗണ്ട് മറ്റുമൊക്കെ വരുന്നു. ഇതെല്ലാം തന്നെ ഇതിനെ ബാധിക്കുന്നതാണ്. പൂച്ചയുടെ കാര്യത്തിൽ പൂച്ചയെ അത് വളരെയധികം ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പൂച്ച നമ്മൾ വളർത്തുന്നു, അവിടേക്ക് വേറൊരു പുറത്തുനിന്ന് ഒരു നായയെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വേറൊരു പൂച്ചയെ കൊണ്ടുവരുന്നു. അത് തന്നെ അതിനൊരു സ്ട്രെസ്സായിരിക്കും. കാരണം അതിൻ്റെ മാത്രം ഒരു ഏരിയ ആയിട്ട് അത് വിഹരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് വേറൊരു ഇൻട്രൂഷൻ വരുന്നു. പിന്നെ പരിചയമില്ലാത്ത ഒരാൾ വീട്ടിൽ വരുന്നു, പരിചയമില്ലാത്ത ഒരാൾ ആ പൂച്ച എടുക്കുന്നു, അതിൻ്റെ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കുന്നു. അത് ഭയങ്കരമായിട്ട് ഫ്രൈറ്റൻഡ് ആവുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ്. സ്ട്രെസ് എന്ന് പറയുമ്പം ഇത് മാത്രമല്ല, ഇപ്പം ചെറിയൊരു കൂട്ടിലോട്ട് കൊണ്ടുപോകുന്നു, അപ്പോൾ അതിനൊട്ട് സ്പേസ് ഇല്ല. പിന്നെ നമ്മൾ എല്ലാവരും യാത്ര പോകുമ്പോൾ ബോർഡിങ്ങിന് എവിടെയെങ്കിലും കൊണ്ടാക്കുന്നു, ഇതൊക്കെ സ്ട്രെസ് വരുന്നത്. അപ്പം ഡോഗ് ഹോസ്റ്റലുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. യാത്ര പോകുമ്പോൾ എല്ലായിടത്തും നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഡോഗിനെ എവിടെയെങ്കിലും ഹോസ്റ്റലിലാക്കുന്നു. ഹോസ്റ്റലിൽ വേറെ ഒരുപാട് ഡോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാറ്റുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിൽ നിന്ന് സ്ട്രെസ് വരുന്നു. തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നത് വരെ അതൊരു അപരിചിതരായിട്ടുള്ള ആൾക്കാർക്ക് നടുവിലായി പോകുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. ഹോസ്റ്റലിലാക്കിയതിന് ശേഷം തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇതിനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ പെരുമാറ്റം, ചിലപ്പം ട്രെയിനിങ്ങിന് വേണ്ടി എവിടെയെങ്കിലും ഏൽപ്പിക്കുന്നു, അവിടെ അവർ കെയർ ചെയ്യുന്നത് മാറിക്കഴിഞ്ഞാൽ ഡോഗിൻ്റെ ഒരു സ്വഭാവത്തിലെല്ലാം മാറ്റം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രെയിനിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ നമ്മൾ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വീട്ടിലെങ്ങനെ ട്രെയിനിങ് കൊടുക്കാറുണ്ടല്ലോ നായ്ക്കൾക്കൊക്കെ, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് ഒരു ബേസിക് ട്രെയിനിങ് ആവശ്യമാണ്. അതൊരു ഹൗസ് ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്, നമുക്കൊരു ഷോയ്ക്ക് കൊണ്ടുപോകാനല്ല, പക്ഷേ നമ്മുടെ വീട്ടിൽ മിനിമം ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവനെ മനസ്സിലാക്കിയെടുക്കണം. പേര് വിളിച്ചാൽ വരണം, സിറ്റ് ഡൗൺ ഹീല്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു പോട്ടി ട്രെയിനിങ്, ഇത്തരം കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്കൊരു ആവശ്യമാണ്. മറ്റ് ട്രെയിനിങ്ങുകൾ, അതായത് ഇപ്പോൾ ഒരു ഷോയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള ട്രെയിനിങ് ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ നേരത്തെ തന്നെ ആ രീതിയിലുള്ള ട്രെയിനിങ് സെൻറ്ററുകളിൽ കൊണ്ടുപോയി, ഇപ്പോൾ ഡോഗ് ഷോയ്ക്ക് ഇറക്കണം, അപ്പോൾ അതിന് റിങ്ങിൽ ഇറക്കാനുള്ള ഒരു നായയാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് വേറെയാണ്, ഒരു അഡ്വാൻസ് ട്രെയിനിങ് വേണം. പക്ഷേ ഒരു ബേസിക് ട്രെയിനിങ്ങിന് ഉള്ള ആവശ്യം വീട്ടിൽ തന്നെ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ പഠിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രെയിനറെ വെച്ച് ചെയ്യണം. ഇതൊരു വലിയ ഇൻഡസ്ട്രി ആണല്ലോ, ഈ ഫീൽഡ് വലിയ ഇൻഡസ്ട്രിയാണ്. നേരത്തെ പറഞ്ഞ ഹോസ്റ്റൽ, ട്രെയിനിങ് സെൻ്ററുകൾ, ഗ്രൂമിങ് സെൻ്ററുകൾ, പെറ്റ് ഫുഡ് ഇൻഡസ്ട്രി, ഇതെല്ലാം വളരെ വിപുലമായ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അപ്പം ട്രെയിനിങ് എന്ന് പറയുന്നത് ആവശ്യമാണ്. നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ വെച്ച് ചെയ്യിക്കാം. ഒരു ലിസണറും കൂടെ ഉണ്ട്. ഹലോ, ഞാൻ വിജയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. അവന് 1.5 വയസ്സ് വരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിരുന്നതാണ്. പിന്നെ ഇതുപോലെ ഭക്ഷണം കഴിക്കാണ്ടായി കിടന്നോട്ട് എണീക്കാതെയൊക്കെ ആയപ്പോൾ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അവനെ ബ്ലഡ് എടുത്ത് PMGയുടെ അവിടെ മെയിൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അപ്പോഴേ പറഞ്ഞു ചെള്ളുപനിയാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് 3 ഇഞ്ചക്ഷനൊക്കെ 4 ദിവസം അടുപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചോറ് വളരെ കുറച്ച്, അത് കുറേ ദിവസത്തിന് ശേഷം കുറച്ച് ചോറ് കഴിക്കും. പിന്നെ ഈ ചപ്പാത്തിയും പാലും മാത്രം തന്നെയാണ് അവന്റെ ആഹാരം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ രോഗനിർണയം നടത്തി, ഇത് വലിയൊരു കാര്യമാണ്. കാരണം അസുഖം വന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ടിക് ഫീവർ ആണെന്ന് കണ്ടു, ടിക് ഫീവറിനുള്ള ചികിത്സ ചെയ്തു. ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇത് തീർത്തും വിട്ട് ഇതിന്റെ അണുക്കൾ നശിച്ചു പോകൂല, ഇടയ്ക്ക് അത് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ക്ലിൻഡാമൈസിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്സ്യൂൾ ഉണ്ട്, അത് ദിവസം 1 വീതം വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അവന്. തീർച്ചയായിട്ടും അതൊക്കെ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന മരുന്നാണ്. അവന് തീരെ വയ്യായിരുന്നു. രാത്രി അവന് ഞാൻ ചപ്പാത്തി കൊടുത്തപ്പോ അവന്റെ വായ ഭയങ്കര ചൂട്, പനിയും ടെമ്പറേച്ചർ ഉണ്ട് കൂടെ കൊടുത്തു. അപ്പൊ ഇന്നൊക്കെ ഉഷാറാണ്. അപ്പൊ ഇനി ചെയ്യേണ്ടത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ബ്ലഡ് ഒന്ന് റീചെക്ക് ചെയ്യണം. കാരണം മുമ്പ് ചെയ്ത് അസുഖം കണ്ടു, അതിന് ട്രീറ്റ്മെന്റ് ചെയ്തു, അത് കുറേ മാറി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ക്ലിൻഡാമൈസിന് ഓരോ ടാബ്ലറ്റ് വെച്ച് കൊടുക്കുന്നതിന് മുൻപ് അതിനിപ്പോഴ് പനിയും കാണിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിന് വീണ്ടും ടിക് ഫീവർ ഉണ്ടോ, അത്
ഇപ്പോഴും കാര്യമായ രീതിയിലുണ്ടോ, അതിൻ്റെ ലിവർ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിൻ്റെ ഡോസ് ഈ ക്ലിൻഡാമൈസിൻ മാത്രമല്ല വേറെ മെഡിസിനും കൂടെ ചേർത്താണ് കൊടുക്കേണ്ടത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുകയും ലിവർ സപ്ലിമെൻറ്റ്സ് കൊടുത്ത് അതിൻ്റെ കണ്ടീഷൻ വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തുക. ബ്ലഡ് ടെസ്റ്റാണ് ആദ്യമായിട്ട് ഇനി ചെയ്യേണ്ടത്. കാരണം ഈ രോഗം ഉണ്ടോ, പൂർണ്ണമായിട്ട് മാറിയില്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇനി മരുന്ന് കൊടുക്കുക. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക. ഡോക്ടർ, ഒരു നായ നമ്മൾ വളർത്തുമ്പം ലീഗൽ പ്രൊവിഷൻസ് അതിൻ്റെ എന്തൊക്കെയാണ്? ലൈസൻസിനെ കുറിച്ച് ലൈസൻസാണ് ഏറ്റവും പ്രധാനം. ഇപ്പം വളരെ കുറച്ച് പേര് ലൈസൻസ് എടുക്കുന്നുള്ളൂ. ലൈസൻസ് എടുക്കണമെന്നറിയാം, പക്ഷേ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമേ ഈ ലൈസൻസിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുള്ളൂ, ലൈസൻസ് നിർബന്ധമാക്കി ചെയ്യുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളർത്തു നായ്ക്കൾക്ക് നിർബന്ധമായിട്ടും എല്ലാ വർഷവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ട് ആ കുത്തിവയ്പ്പെടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. നിയമപരമായിട്ട് ലൈസൻസ് എടുക്കാതെ ഒരു നായയെ വളർത്തുന്നത് കുറ്റകരമാണ് കേരളത്തിൽ. അതാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നീട് മറ്റ് നിയമം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ നാട്ടിലുള്ളത് നടപ്പായിട്ടില്ല പെറ്റ് ഷോപ്പ് റൂളും ഡോഗ് ബ്രീഡിംഗ് റൂളുമാണ്. അത് രണ്ടും കേരളത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കേന്ദ്ര നിയമങ്ങളാണ്. അപ്പോൾ പെറ്റ് ഷോപ്പ് റൂൾ എന്ന് പറയുമ്പോൾ പെറ്റ് ഷോപ്പുകളിൽ പ്രവർത്തിക്കുമ്പോൾ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അവർ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കൊടുക്കുക. അതാണ് പെറ്റ് ഷോപ്പ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെറ്റ് ഷോപ്പിനകത്ത് ഒരു നായയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു പെറ്റിനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെ ആനിമൽ ക്രൂവൽറ്റി ഒഴിവാക്കിക്കൊണ്ട് ആനിമൽ വെൽഫെയർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡാണ് അത് നടപ്പാക്കേണ്ടത്. അതിൻ്റെ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. അതുപോലെ മറ്റൊരു നിയമം കൂടെ പറയാനുള്ളതാണ് ഈ ഡോഗ് ബ്രീഡിംഗ് റൂൾ. ഡോഗ് ബ്രീഡിംഗ് റൂളും കേന്ദ്ര നിയമമാണ്. അത് ഡോഗ് ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രീഡറുടെ ഭാഗത്തു നിന്നും പാലിക്കേണ്ടുന്നതായിട്ടുള്ള നിയമങ്ങളാണ്. ഒരു ഡോഗിനെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പപ്പിയെ ഇപ്പോൾ 2 മാസമായാലും വിൽക്കാൻ പാടുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർക്കാണ് സെയിൽ ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി സൂക്ഷിക്കുക, വാക്സിനേറ്റ് ചെയ്യുക, അതിന് മൈക്രോ ചിപ്പ് വെക്കുക, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ 2 നിയമങ്ങളും കേന്ദ്ര നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് നടപടികൾ നടന്നു വരികയാണ്. അപ്പോൾ അതും കൂടെ ഇനി വരും കാലങ്ങളിൽ കേരളത്തിൽ വരും. ഈ നായ്ക്കളുടെയൊക്കെ നമ്മൾ കാണാറുണ്ട്, ടെയിൽ ക്ലിപ്പ് ചെയ്യാറുണ്ട്, അതേമാതിരി ചെവിയിൽ ചെറിയ സർജറി മാതിരിയൊക്കെ ചെയ്തൊരു ഷേപ്പ് മാറ്റാറൊക്കെയുണ്ട്. ഇതൊക്കെ നിയമപരമായിട്ട് ശരിയാണോ? പറഞ്ഞാൽ ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഈ നിയമത്തിനകത്താണ് വരുന്നത്. അതായത് ഈ ഡോഗ് ബ്രീഡിംഗ് റൂളിനകത്ത് ഈ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ, കോസ്മെറ്റിക് സർജറീസ് എല്ലാം ഒഴിവാക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അതെല്ലാം തന്നെ ഇറ്റ് ഈസ് ക്രൂവൽറ്റി, അത് അനിമൽ വെൽഫെയറിന് എതിരാണ്. അതായത് ഇത്തരത്തിലുള്ള ഡോക്കിംഗ് ആയാലും ക്രോപ്പിംഗ് ആയാലും പോലെയുള്ള സർജറികളെല്ലാം തന്നെ നിയമത്തിനകത്ത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിയമം നടപ്പിലായിട്ടില്ല കേരളത്തിൽ ആ നിയമം നടപ്പിലാകുന്ന മുറയ്ക്ക് ഇത്തരം കാര്യങ്ങളിലും ഈ നിബന്ധനകൾ വരും. ഡോക്ടർ, ഒരു നായ അല്ലെങ്കിൽ പൂച്ചയാവുമ്പം ഒരു ശാരീരിക വ്യായാമം അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്തായാലും ഒരു ആനിമലിന് ആവശ്യമാണല്ലോ. തീർച്ചയായും. ചിലർ പറഞ്ഞ മാതിരി ഒരു റൂമിലായിരിക്കും വളർത്തുന്നത്, ഒരു ഫ്ലാറ്റിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉറപ്പ് വരുത്തേണ്ടത്? തീർച്ചയായിട്ടും ഇതിനുള്ള സമയം ഓണർ തന്നെ കണ്ടെത്തേണ്ടതായിട്ട് വരും. കാരണം പെറ്റിനെ നമ്മൾ ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിനകത്ത് ഇട്ടേക്കുക അതല്ല. അതിനെ സോഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഇതെന്ന് പറയുന്നത് ദിവസവും നമ്മൾ അല്പസമയമെങ്കിലും ഇതുമായിട്ട് സ്പെൻഡ് ചെയ്യുക, അതിന് പുറത്തിറക്കിയിട്ട് അതിനൊരു എക്സസൈസും മറ്റുമൊക്കെ കൊടുക്കുക. അതുമായിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ഈ പെറ്റുമായിട്ട് ഇടപഴകുന്നു അത്രയും നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടൊരു ബോണ്ടേജ് അവിടെ ഉണ്ടാവും, ബന്ധമുണ്ടാവും. അപ്പം എക്സസൈസ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും അതിനെ കുറച്ച് സമയം പുറത്ത് ഇറക്കി നടത്തി അതുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് സമയം കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കാനൊക്കെ ഉള്ളൊരു അവസരം കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബിഹേവിയറിലൊരു വലിയ മാറ്റം വരും. ഒരു സോഷ്യലൈസേഷൻ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനും കൂടെ നമ്മൾ സമയം കണ്ടെത്തുകയും അതിനുള്ള സാഹചര്യം, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. രാവിലെ നടക്കാൻ പോകുന്ന ഒരാൾ നായയും കൂടെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് അത് മാറേണ്ടി വരും. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ കുട്ടികൾ വീട്ടിലുണ്ട്, അതിനെയൊക്കെ നമ്മളൊരു പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു പെറ്റിനെ പരിചയപ്പെടുത്തുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ. കാരണം കുട്ടികളോടാണ് നമ്മൾ ഒരുപാട് കാര്യം പറയാനുള്ളത്. ഒരു നായ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. എത്ര പെറ്റായിട്ടുള്ളൊരു നായയാണെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനെ ശല്യപ്പെടുത്തിയാൽ, അതുപോലെ ഒരു നായ ഉറങ്ങുന്നു, അപ്പോൾ നമ്മൾ ചെന്ന് അതിനെ പെട്ടെന്ന് അതിനെ ഉണർത്താൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ അത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നായയായിരിക്കും, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനെ ഡിസ്റ്റർബ് ചെയ്താൽ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യുന്നത് ചിലപ്പം ഒന്ന് കടിച്ചെന്നിരിക്കും. അതുപോലെ ഇപ്പോൾ നടന്നു പോകും, ബോഡി പോകുന്ന സമയത്ത് അതിൻ്റെ വാലയിലൊന്ന് ചവിട്ടി അല്ലെങ്കിൽ കാലയിലൊന്ന് ചവിട്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്ക് കുറേ അവയർനെസ് നമ്മൾ എടുത്ത് കൊടുക്കണം. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അതിന് ദേഹം നോവുകയോ അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്താൽ അതൊന്നും ചിലപ്പോൾ റിയാക്ട് ചെയ്തേക്കാം. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുമായിട്ട് നമ്മൾ നായയെയും മറ്റും കളിപ്പിക്കാനായിട്ട് വിടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു സാന്നിധ്യം, തീരെ കൊച്ചു കുഞ്ഞാണെങ്കിൽ നമ്മുടെ വേണം.
കാരണം ഈ പറയുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെയും കൂടെ ഒരു മേൽനോട്ടം വേണം. കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് അത് പ്രശ്നം വരില്ല, കാരണം അവർക്ക് അത് അറിയാൻ പറ്റും. ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ കടിക്കുന്നെന്ന് നിരവധി ഇൻസിഡൻസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ റീസൺ. തീർച്ചയായിട്ടും വളരെ പ്രധാനം. കാരണം വെച്ചാൽ പലപ്പോഴും ഇത് ആഹാരം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണ പാത്രം എടുക്കാൻ ചെല്ലാൽ ഏതൊരു നായ്ക്കും അത് പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അതൊന്ന് പെട്ടെന്ന് അതിൻ്റെ ബിഹേവിയർ ഒന്ന് മാറും. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കുറേ കാര്യങ്ങൾ ഇത്തരത്തിലുണ്ട്. അതിൻ്റെ ബിഹേവിയർ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പം അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യം അവൻ ചെയ്യുമ്പോൾ അവന് ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് ഒന്നും മുരണ്ട് കാണിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അവനത് ഇഷ്ടമല്ല എന്നൊരു മെസ്സേജ് തന്നു, അപ്പോൾ ഒന്ന് മാറി നിൽക്കുക, അതങ്ങ് മാറും. ആ ഒരു മെസ്സേജ് നമുക്ക് തന്നു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ചില റിയാക്ഷൻസ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഓമന മൃഗങ്ങളുടെ പരിപാലനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് മെമ്പറും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് കേട്ടത്. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്. വയലും വീടും സമാപിക്കുന്നു.